This is how you make me feel. This is how you make me feel. ഹായ്, ഞാൻ ഒരു വ്ളോഗ് എടുക്കാം, ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് കരുതി. ഞാൻ ഇതിനു മുമ്പ് എടുക്കണം എന്ന് കരുതിയതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ചാനൽ തുടങ്ങി കുറച്ച് ദിവസമായിട്ട് ഞാനൊരു വേറൊരു സ്ഥലത്തായിരുന്നു, എൻ്റെ തറവാട്ടിലായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മച്ചിക്ക് ഓപ്പറേഷനായിട്ട് അമ്മച്ചി ആൻറ്റിമാർ എല്ലാവരും അവിടെയായിരുന്നു. അപ്പം അച്ചാച്ചൻ മാത്രം വീട്ടിൽ ഒറ്റയ്ക്കാവുന്നൊരു അവസ്ഥയായിരുന്നു. അപ്പം ഞാൻ അച്ചാച്ചനെ നോക്കാൻ വേണ്ടി തറവാട്ടിലോട്ട് പോയി. 5-ാം തീയതി ആയിരുന്നു ഓപ്പറേഷൻ. ഇന്നിപ്പോൾ 8-ാം തീയതിയാണ്. 4-ാം തീയതി ഞാൻ പോയി. 4, 5, 6, 7 ഇന്നലെ ഞാൻ തിരിച്ച് വന്നു വീട്ടിലോട്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു. ഞാൻ ഒരു ജോഡി ഡ്രസ്സ് മാത്രം എടുത്തുകൊണ്ട് പോയത്. എന്നിട്ട് കഴുകി മാറ്റിയിട്ടു. അപ്പോൾ ഇന്ന് ഞാൻ 2-3 ഡ്രസ്സ് എടുക്കാൻ വന്നു. പിന്നെ എനിക്ക് ഒന്ന് മൈൻഡ് ഒട്ടും ഓക്കെ അല്ലാത്തതുകൊണ്ട് പെട്ടെന്നൊരു സൈലൻസിൽ നിന്ന് പെട്ടെന്നൊരു ഹെക്റ്റിക് ഡേയിലോട്ട് പോയപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്നൊരു മൈൻഡ് ഓക്കെ അല്ലാണ്ടായി. അപ്പം ഞാൻ കരുതി തിരിച്ച് വന്നിട്ട് ഞാൻ ഇന്ന് രാവിലെ പോകാമെന്ന് കരുതിയതായിരുന്നു. ആൻറ്റിയോട് ഞാൻ പറഞ്ഞു, ഇന്നലെ രാത്രിയായിട്ടാണ് വരുന്നത്. രാത്രി വരാൻ നേരത്തെ ഞാൻ ആൻറ്റിയുടെ അടുത്ത് പറഞ്ഞു, ആൻറ്റി രാവിലെ തന്നെ വന്നേക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. പക്ഷേ രാവിലെ എത്തിയപ്പോൾ മഴയായിരുന്നു. പിന്നെ എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കാൻ ആരുമില്ലായിരുന്നു. ഞാൻ എഴുന്നേറ്റ് പോയേനെ. അപ്പം ഞാനിപ്പോൾ ആൻറ്റീനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, പൊന്നു എൻ്റെ അനിയത്തിക്ക് സ്കൂളുണ്ട്, ആൻറ്റിയുടെ കൊച്ചാണേ. അപ്പോൾ അവിടെ ഞാൻ എൻ്റെ അടുത്ത് തന്നെ, വീടിൻ്റെ അടുത്ത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വരാൻ നേരത്ത് ഞാൻ അവളെ വിളിച്ചുകൊണ്ട് വന്നേക്കാം. ഞാൻ വിളിച്ചിട്ട് ആൻറ്റി ഇനി ഇങ്ങോട്ട് വരണ്ടല്ലോ, ഞാൻ വിളിച്ചിട്ട് വന്നേക്കാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ കരുതിയത് ശരിക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമെന്ന് കരുതി. ഓക്കെ, രാവിലെ എഴുന്നേറ്റ് ചോറല്ല കപ്പ കഴിച്ചു. കപ്പയും സാമ്പാറും ഉണ്ടായിരുന്നു. സാമ്പാർ കഴിച്ചിട്ട് ഒരു ബുൾസയും കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉച്ചയായി. ഞാൻ രാവിലെ എഴുന്നേറ്റെങ്കിലും ഞാൻ പയ്യെ ആണ് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തത്. 12 മണിയൊക്കെ ആയപ്പോഴാണ് പയ്യെ എഴുന്നേറ്റതൊക്കെ. അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഫോണും തോണ്ടി അവിടെ ഇരിക്കും. അപ്പോൾ ഞാൻ കരുതി ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാമെന്നും പറഞ്ഞ് നോക്കിയപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് കഴിച്ചിട്ടില്ല. ഇത് ഒരു നൊസ്റ്റാൾജിയാണ്. അമൃതം പൊടി ഓർമ്മയുണ്ടാവണം, നമ്മൾ ചെറുപ്പം കഴിക്കുന്നത്. അപ്പോൾ അമ്മ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്നോ കിറ്റ് ആരോ കൊടുത്തിട്ട് അമ്മ അമൃതം പൊടി എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് അമൃതം പൊടി ഇവിടെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കഴിക്കും. അപ്പോൾ ഞാൻ അവിടെ ആയതുകൊണ്ട് ഇത് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു വിഷമമുണ്ടാകും. അപ്പം ഞാൻ കുറച്ച് ചൂടുവെള്ളം ചൂടാക്കിയിട്ട് ഇതിലോട്ട് ഒഴിച്ചിട്ട് കലക്കി കുടിക്കും. എൻ്റെ ഡെയിലി ലൈഫിൽ ഒരിക്കലും ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു അതിഥിയാണ് എനിക്ക് തുമ്മൽ. എനിക്ക് സൈനസൈറ്റിസ് കുഞ്ഞിലെ തൊട്ട് അലർജി ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാവിലെ സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്തായിരുന്നു ശരിക്കും ബുദ്ധിമുട്ട്. ഇപ്പോൾ പിന്നെ എവിടെയും പോകാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷെ പുറത്തോട്ടെല്ലാം ഒക്കെ പോകുമ്പോഴായിരിക്കും ഭയങ്കരമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഓരോ സ്ഥലത്ത് ആൾക്കാരെ ഫേസ് ചെയ്യാൻ നേരത്തൊക്കെ നമുക്ക് ഭയങ്കര ഒരു അൺകംഫർട്ടബിളും ഒരു എന്താ പറയുക, നമുക്ക് പറയാൻ പറ്റത്തില്ല ആ ഒരു ഫീലിങ്ങൊക്കെ. തുമ്മലുള്ളവർക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവും. അപ്പോൾ ഇപ്പം എനിക്ക് ശരിക്കും കുറഞ്ഞിട്ടുണ്ട്. മുമ്പ് എനിക്ക് തല പോലും നനയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ മുടിയൊക്കെ മുറിച്ച് കളയും. കാരണം വെച്ചാൽ എൻ്റെ മുടി പെട്ടെന്ന് ഉണങ്ങത്തില്ല. അപ്പോൾ എനിക്ക് വന്നിട്ട് ഭയങ്കര ദേഷ്യം വന്നിട്ട് കാരണം എനിക്ക് എങ്ങനെയെങ്കിലും സ്കൂളിലോട്ടൊക്കെ പോകാൻ നേരത്ത് എനിക്ക് മാക്സിമം തുമ്മൽ വരരുത്. അങ്ങനെ എത്തിയിട്ട് ഞാൻ മുടിയൊക്കെ മുറിച്ച് കളഞ്ഞ്. ശരിക്കും മുടി മുറിക്കുന്നതിന് 2 റീസണാണുള്ളത്. അതിനകത്തൊരു റീസണാണ് അത്. പിന്നെ എനിക്ക് തുമ്മൽ ഇപ്പോൾ കുറവാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ ചെന്നൈയിലുണ്ടായിരുന്ന സമയത്ത് കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം എനിക്ക് തുമ്മൽ വളരെ കുറവായി. ഇപ്പോൾ ഈ മഴയൊക്കെ ആയതുകൊണ്ട് ഒരു ദിവസം 2 ദിവസം എപ്പോഴെങ്കിലുമൊക്കെ തുമ്മി. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റതും ആ ഒരു മഴയുടെ ഇൻറ്റൻസിറ്റി കാരണം തുമ്മൽ തിരിച്ചു വന്നു.
അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അമൃതപ്പൊടി. ഞാൻ ഈ ഒരു അളവിലാണ് കഴിക്കാറ്. എൻ്റെ വീട്ടിലെല്ലാവരും മറ്റേ വെള്ളം പോലെ ആക്കിയിട്ടാണ് കഴിക്കാറ്. എനിക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇഷ്ടം. ചൂടുണ്ട്. ശരിക്കും ഈ അമൃതപ്പൊടി കലക്കാൻ നേരത്തും ചെറു ചൂടുള്ള വെള്ളം, തിളച്ച വെള്ളമല്ല, ഒരുപാട് തണുത്ത വെള്ളമല്ല, രണ്ടിലിട്ടാലും നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റത്തില്ല. തിളപ്പിച്ച ആറിയ വെള്ളത്തിലോട്ട്, ഒരുപാട് ആറാനും പാടില്ല, എന്നാലും ഒരു ചെറിയ ചൂടുണ്ടാവുമല്ലോ, ആ ചൂടുള്ള വെള്ളത്തിലോട്ട് ഇതിട്ടിട്ട് അതിൻ്റെ മുകളിലൊക്കെ ആ വെള്ളം ഒഴിച്ചിട്ട് കലക്കി കുടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് മനസ്സിലാക്കും. അപ്പം എനിക്ക് ക്ഷമയില്ലാത്തത് കൊണ്ട് ഞാൻ തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ചു. അപ്പം ഞാൻ ഇങ്ങനെ ആറാൻ വേണ്ടി വെച്ചപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോയി. ശരിക്കും അതിൻ്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ നമ്മൾ ചെറു ചൂടുള്ള വെള്ളം വേണം ഒഴിക്കാൻ. അപ്പം എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം. കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കാര്യം ആലോചിച്ചാൽ, ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദുരന്തർ ഫസ്റ്റ് കണ്ടതും ദുരന്തറിൻ്റെ സെക്കൻഡ് പാർട്ട് കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷേ എനിക്ക് തിയേറ്ററിൽ പോയിട്ട് കാണാനുള്ളൊരു എനിക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും എനിക്ക് ഇവിടുത്തെ കുറച്ച് പ്രശ്നങ്ങൾ കാരണം എനിക്ക് പോകാൻ പറ്റിയില്ല. അതേപോലെ ദൃശ്യമൊക്കെ കാണണമെന്നുണ്ടായിരുന്നു, അതും കാണാൻ പറ്റിയില്ല. ദുരന്തർ സെക്കൻഡ് പാർട്ട് ഇങ്ങനെ OTTയിലോട്ട് വരാൻ ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. പക്ഷെ വന്ന സമയത്ത് ഹിന്ദി ആയിരുന്നു വന്നത്. നമുക്ക് ഹിന്ദി കണ്ടു കഴിഞ്ഞാൽ എനിക്കൊരു നമ്മൾ മനസ്സിലായാലല്ലേ കാണാൻ പറ്റുള്ളൂ. എനിക്ക് ഹിന്ദി അറിയാമായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ കണ്ടേനെ. എനിക്ക് മനസ്സിലാകും, പക്ഷെ എനിക്ക് അങ്ങനെ ആഴത്തിൽ മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ഞാനത് കണ്ടില്ല. അപ്പോൾ ഞാൻ എപ്പോഴും എന്തെങ്കിലും വരാൻ നേരം ഞാൻ തമിഴിലാണ് കാണാറ്. അപ്പോൾ ഞാൻ തമിഴ് ഡബ്ബിങ് ഞാൻ തമിഴിലാട്ടോ കണ്ടത്. അതുകൊണ്ട് ഫസ്റ്റ് ചിലപ്പോൾ ഞാൻ മലയാളത്തിൽ കണ്ടായിരുന്നെങ്കിൽ ഞാൻ സെക്കൻഡ് മലയാളത്തിൽ കണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഞാൻ തമിഴിൽ കണ്ടതുകൊണ്ട് സെക്കൻഡ് ഞാൻ തമിഴിൽ കാണാം. അപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ രാത്രിയായിരുന്നു കാണാൻ തുടങ്ങിയത്. അപ്പോൾ ഇന്നപ്പോൾ അത് ഞാൻ കണ്ട് ഒരു മിഡിൽ പോർഷനൊക്കെ ആയെന്ന് തോന്നുന്നു. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇത് കഴിച്ച് തീർത്തിട്ട്, ഞാൻ ഫോണിലാട്ടോ കാണുന്നത്, അതുകൊണ്ട് ഇത് കഴിച്ച് തീർത്തിട്ട് ഞാൻ വരാം. ഞാനിപ്പോൾ പൊന്നുവിനെ വിളിക്കാൻ സ്കൂളിൽ പോവാം. അപ്പോൾ ഞാൻ ഈ ഡ്രസ്സ് ഇടാമെന്ന് കരുതി. അപ്പോൾ ഞാൻ നേരത്തെ പഠിച്ച സ്കൂളിൽ തന്നെയാട്ടോ അവളും പഠിക്കുന്നത്. ഞാൻ കുഞ്ഞിലെ പഠിച്ച സ്കൂളിലാണ്. അപ്പോൾ എനിക്ക് ചെന്ന സമയത്തൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിയ അടിച്ചു. കാരണം കുറേ വർഷങ്ങളായി ഞാൻ പോയിട്ട്. തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ, പക്ഷെ അങ്ങനെ പോകാൻ പറ്റാറില്ല. ഇപ്പോൾ സ്കൂളൊക്കെ ഭയങ്കര മാറി. പിന്നെ നൊസ്റ്റാൾജിയ അടിച്ച് കൊടുത്തിട്ട് അവിടെ നിന്നു. പിന്നെ സൈനൊക്കെ ഇട്ട് അവളെ വിളിച്ചുകൊണ്ട് വന്നു. ഇതാട്ടോ എൻ്റെ അനിയത്തി. ഭയങ്കര രസമാണ് പുള്ളിക്കാരത്തി. ഭയങ്കര ആക്റ്റീവാണ്. ഡാൻസും പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു വൈബിന് പറ്റിയ ആളാണ്. പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോകണേട്ടോ കാണുന്നത്. പിന്നെ ഒരു സ്കൂൾ കഴിഞ്ഞ് വന്നിട്ടിരുന്ന് ഞാൻ പഠിക്കാൻ ഇരുത്തിയേക്കണെയാണ് ട്യൂഷൻ ടീച്ചർ പറഞ്ഞിട്ട്. അതിൻ്റെ ഒരു വിഷമവും പിന്നെ ഉറക്കമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചായ തിളപ്പിക്കാൻ വെച്ചേക്കുവാണ്. ചായയല്ല, പാല്. ഇവിടെ എല്ലാവരും ചായ കുടിക്കുന്ന ടൈമായി. നമ്മുടെ ഇവിടുത്തെ പോലെയല്ല, വീട്ടിലത്തെ പോലെയല്ല. അവിടെ എല്ലാവരും ചായ തിളപ്പിച്ച് അപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കും. പിന്നെ അന്നത്തെ ദിവസം രാത്രി ആയപ്പോഴത്തേക്കും ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാണ്ട് മഴ പെയ്ത് മേളിലെ ടെറസിൻ്റെ അവിടെ നിന്ന് വെള്ളം താഴത്തോട്ട് ചാടിക്കൊണ്ടിരിക്കുകയായിരുന്നു, മേളത്തെ ഫ്ലോറിൽ നിന്ന് താഴത്തോട്ട്. എന്നിട്ട് ഞങ്ങൾ ബക്കറ്റൊക്കെ വെച്ച് കവർ ചെയ്തു. ഇങ്ങനെയാണ്ട് കവർ ചെയ്ത് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു അന്ന് രാത്രി. ഇതെൻ്റെ അനിയത്തിയുടെ ഡാൻസ്. പുള്ളിക്കാരി നന്നായിട്ട് ഡാൻസ് കളിക്കും കേട്ടോ. പക്ഷെ ഞാൻ വീഡിയോ എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി ഇഷ്ടമല്ല എന്നല്ല, പക്ഷെ ഭയങ്കര ഒരു ഇതായിരിക്കും. ഇതാട്ടോ ഞങ്ങളുടെ പപ്പി. എനിക്ക് പട്ടിക്കുട്ടി എന്ന് പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമല്ലെന്ന് വെച്ചാൽ എൻ്റെ മേത്തോട്ട് കയറുന്ന എനിക്ക് ഇഷ്ടമല്ല, പക്ഷേ എനിക്ക് ദൂരത്തു നിന്ന് കളിപ്പിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ കുറച്ചും കൂടി ക്ലോസ് ആയത് ഇവളുടെ കൂടി. ഇതിന് മുമ്പ് ഉണ്ടായിരുന്നൊരു ഞങ്ങൾക്ക് മാളൂന്ന് പറഞ്ഞിട്ടൊരു പട്ടി ഉണ്ടായിരുന്നു. പക്ഷെ അവൾ മരിച്ചുപോയി. അവളുടെ കൂടെ ആയിരുന്നു, എനിക്ക് അവളായിരുന്നു ആകെയുള്ളൊരു ഡോഗ് എന്ന് അറിയുന്നത്. നല്ല മഴ പെയ്ത് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഞങ്ങൾ നല്ല മഴയാണ് ഈ സമയത്തൊക്കെ, ഭയങ്കര മഴയാണ്. മഴയൊക്കെ തോർന്നിങ്ങനെ. പക്ഷെ വീട്ടിൽ ആരും ഇല്ലല്ലോ, അതുകൊണ്ടൊരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് പിന്നെ അങ്ങനത്തെ ഒരു ഇതില്ല, ഒറ്റയ്ക്ക് ഇരിക്കുക എന്നുള്ളതൊരു ഇതായതുകൊണ്ട് കുഴപ്പമില്ല. ഇന്നപ്പോൾ അമ്മച്ചി ഡിസ്ചാർജ് ആയിട്ട് വരിക. ഒരു 4 മണിയാകുമ്പോൾ ഡിസ്ചാർജ് ചെയ്യും. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ വരെ വരണം. അപ്പോൾ അച്ഛനും
ആൻറ്റീനോട് ഈ കാറിൽ പോയിട്ടുണ്ട് വിളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കിവിടെ കുറച്ച് പണിയുണ്ട്. അടിച്ചു വാരണം, പിന്നെ ചോറ് വെച്ചിട്ടുള്ള ചോറ് വെക്കണം, പിന്നെ ഞാൻ കുളിച്ചിട്ടില്ല, കുളിക്കണം. അപ്പോൾ അവർ വരുന്നതിന് മുമ്പ് ഇതൊക്കെ തീർക്കണം. അപ്പം ഞാൻ കരുതി ബാക്കിയും കൂടി അങ്ങോട്ട് എടുത്തേക്കാം എന്ന് കരുതി. ഹായ് ഗൈസ്, അങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് വന്നു. ലൈക്ക് ഒരു ദിവസം കൊണ്ട് എടുക്കാൻ കരുതിയപ്പോൾ അന്ന് എന്നെ കൊണ്ട് എടുത്ത് ശരിക്കും തീർക്കാൻ പറ്റിയില്ലായിരുന്നു. കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി. അതായത് വീഡിയോ എടുത്ത് നമ്മൾ വെക്കണം എന്ന് വിചാരിക്കാൻ നേരത്ത് നമ്മളെ കൊണ്ട് പറ്റത്തില്ല. നമ്മളെന്തെങ്കിലും ഒന്നല്ലെങ്കിൽ ഒന്നും ചെയ്യാനുണ്ടാവത്തില്ല ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ നേരത്ത്. ഇല്ലെങ്കിൽ ഫുള്ള് റഷായിട്ടുണ്ടാവും. അതുകൊണ്ട് ഭയങ്കര എന്നാ പറയുക, പണിയൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ക്യാമറ എടുത്ത് നടക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ടും പെട്ടെന്ന് അന്നത്തെ ദിവസം തീർന്നു. എവിടെയെങ്കിലും പോയി ഒന്ന് കിടന്നാൽ മതിയെന്നായിരുന്നു. എന്നിട്ട് ഇന്ന് ഞാൻ വീട്ടിലോട്ട് വന്നു. അമ്മച്ചി വന്നിട്ടോ, അമ്മച്ചി സുഖമായിട്ടിരിക്കുന്നു. അമ്മച്ചി വന്ന് കിടന്നു. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോന്നു. അനിയത്തിയൊക്കെ പോയി. അപ്പോൾ അവൾക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ അവൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഞാനിങ്ങോട്ട് വന്നു. അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ്. ഈ മേ ബി ഫ്യൂച്ചറിൽ നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് എടുക്കുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ കണ്ടൻറ്റ് കിട്ടുന്ന രീതിയിൽ നമ്മൾ എടുക്കുന്നതായിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കില്ല. ഇനി നമുക്ക് എടുക്കണ്ട, എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് വരട്ടെ എന്നിട്ട് എടുക്കാം. ഇപ്പോഴത്തേക്ക് എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെയാണ് നടന്നു പോകുന്നത്. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു 50 എത്തിക്കഴിയുമ്പോൾ നമുക്കൊരു സമാധാനം, പിന്നെ അവിടെ കയറി പൊക്കോളുന്നുള്ളൊരു സമാധാനമുണ്ട്. നമ്മൾ ലൈക്ക് ആരെയും പുഷ് ചെയ്തിട്ട് ഞാനിപ്പോൾ ആരെയും പുഷ് ചെയ്തിട്ട് എൻ്റെ ഫ്രണ്ട്സിനോ എൻ്റെ ഫാമിലിക്കോ ഒരു സ്ട്രേഞ്ചറിനോടോ ഞാൻ പോയിട്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് ഞാൻ ചോദിച്ചില്ലെങ്കിൽ വേറെ ഫോണിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 തുടങ്ങുന്ന ആയതുകൊണ്ടാണ് ഞാൻ ആരെയും എൻ്റെ ഫാമിലിയിലുള്ള എൻ്റെ ഫ്രണ്ട്സിനെ ആരെയും ഞാൻ ഫോഴ്സ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യാൻ. അപ്പം നിങ്ങൾ കാണുന്നവർ വേണം, ഓഡിയൻസ് വേണം സബ്സ്ക്രൈബ് ചെയ്യാൻ. അപ്പം നിങ്ങളൊരു 50 വരെ എടുത്ത് ചെയ്താ നമുക്ക് ഒരു ഗ്രോത്ത് കിട്ടിക്കഴിയാൻ നേരത്താണെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. ലൈക്ക് എനിക്ക് കോൺഫിഡൻസ് എന്ന് പറയുന്ന സാധനം അങ്ങനെ പെട്ടെന്ന് ബിൽഡ് ആവത്തില്ല. പക്ഷെ ചെറിയ ഗ്രോത്ത് ഒക്കെ എൻ്റെ ലൈഫിൽ കാണാൻ നേരത്തെ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടാകുന്ന ഒരാളാണ്. കോൺഫിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ വൈൻഡപ്പ് ചെയ്യാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോയിൽ പറഞ്ഞില്ല, ദുരന്തര സിനിമയാണ് ഇതുവരെയായിട്ട് ഞാൻ കണ്ടു തീർത്തിട്ടില്ല. കാണണം, ഇനി പോയി കാണണം. അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.